അവിടെയും ഇവിടെയും തിരിഞ്ഞു നടക്കുന്ന 10, 12, 15 വയസ്സുള്ള പെൺകുട്ടികള്, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികള് ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുമ്പോ മക്കളെ നിങ്ങൾ എവിടെ പോവുകയാണ്? ചോദ്യം ചെയ്യുന്നവരെ കളിയാക്കുന്നവരുണ്ടോ, പരിഹസിക്കുന്നവരുണ്ടോ, അവരെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്ക്. 16 വയസ്സുകാരനാട്, 14 വയസ്സുകാരി. പഠിച്ചവരെ, കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് 46കാരനല്ല, ചെറിയ മക്കളുടെ കഥയാടോ. എന്തൊക്കെ വാർത്തകളാ വായിക്കുന്നത്, എന്തൊക്കെ സങ്കടകരമായ വാർത്തകൾ കാണുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലജ്ജ വേണം സഹോദരാ, എല്ലാത്തിനും ഒരു നാണം വേണമടാ ചെറുപ്പക്കാരാ, ഒരു മാന്യത വേണ്ടേ മോന്? നീ ഒരു മുസ്ലിമല്ലേടാ, നീ ഒരു മുസ്ലിമല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ആരാടാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്? ഈ ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് ആരാ നിന്നോട് പറഞ്ഞു തന്നത്? അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല. നിനക്ക് ഭക്ഷണം തന്നതാരാ? നിന്നെ ജനിപ്പിച്ചതാരാ? നിനക്ക് ജീവൻ തന്നതാരാ? നിനക്ക് സർവ്വതും തരുന്നതാരാ? നിന്നെ ജീവനോടെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നവനാരാ? അത് പടച്ച റബ്ബാടാ പൊന്നുമോന്. ആ അല്ലാഹുവാണ് നിന്നെ പടച്ചത്. എന്തിനാണ് പടച്ചവനെ പറയുന്ന രീതിയിൽ അനുസരിക്കാരാ? അല്ലാതെ തോന്നിവാസികളെ പോലെ ജീവിക്കാനല്ല, അല്ലാതെ പടച്ചവനെ മറന്നു നടക്കാനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല. ഇതല്ലടാ ജീവിതം, ഇതല്ലടാ ജീവിതം. യാത്രക്കാരാണ് ചെറുപ്പക്കാരാ. എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരികളായ 10ാം ക്ലാസ്സിലും +1നും +2നും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടികളോട് അല്ലാഹുവേ, റീലെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഈ സമുദായത്തിന് നാണം കെടുത്തുന്ന യുവതലമുറയോട് പറയുകയാ, യാത്രക്കാരാണ് മക്കള്, യാത്രക്കാരാണ് മക്കള്. അല്ലാഹുവേ, പള്ളിയിൽ നിന്ന് അതാ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വാഹനം കടന്നു വരുമല്ലോ, മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനം വീട്ടിലേക്ക് വരുമ്പോൾ അതിനകത്ത് കയറിപ്പോകാൻ ഒരുങ്ങി നിൽക്കുന്ന യാത്രക്കാരാണ് നമ്മള്. ആ ഓർമ്മ വേണം ചെറുപ്പക്കാരാ. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. അതാണ് യഥാർത്ഥ ജീവിതം. നമ്മുടെ ജീവിതത്തിന്റെ വിലയറിയണമെങ്കിലോ അല്ലാഹുവേ, ജനിച്ചപ്പോഴേ ഒരു ചെവിയില് ബാങ്ക് വിളിച്ചു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. ഇന്ന് വരെ നിസ്കരിച്ചില്ലടാ ചെറുപ്പക്കാരാ. ആ ബാങ്കും ഇഖാമത്തും കൊടുത്ത നിസ്കാരം ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ആ നിസ്കാരം ഏതാണെന്നറിയോ? 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ, മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നെല്ലിക്കുന്ന പള്ളിയുടെ മുമ്പിലേക്ക് 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോ ആരും പറയാറില്ല, ബാങ്ക് വിളിച്ചില്ല, ഇഖാമത്ത് കൊടുത്തില്ല. നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയാ, നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയാ. മരിച്ചാ കുളിപ്പിക്കണം, പൊതിയണം, കബറ് കുടിക്കണം, കൊണ്ടുവന്ന് നിസ്കരിച്ചിട്ട് കബറടക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണമെന്താ? ആ സ്വഹാബിയുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളോട് തലമറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ പെൺകുട്ടികളോട് തലമറയ്ക്കാൻ പറയുന്നില്ല. വാക്കിയെങ്കിലും ഒന്ന് മറച്ചാൽ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തലമറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല. അത് കാരണം എന്തേ അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കണില്ല. നേരത്തെ പണ്ട് ഉസ്താദന്മാര് തലമറയ്ക്കാനാ പറയണേ. ഇപ്പൊ പറയുന്നത് തലമറയ്ക്കാനല്ല, ബാക്കിയുള്ളതെങ്കിലും ഒന്ന് മറയ്ക്കും മക്കളെ. ആൺകുട്ടികളോട് പറയുന്ന മോനെ, എടാ ഈ നിക്കറിട്ടുകൊണ്ട് നടക്കണ പരിപാടി ഒന്ന് മാറ്റിയിട്ട് എടാ ഒന്ന് നല്ല വസ്ത്രം ധരിക്കും മോനെ. അള്ളാനെ ഭയന്ന് ജീവിക്കണം മക്കളെ. ലജ്ജ വേണോടാ. എടാ നീയേ ഇങ്ങനെ ആയിപ്പോയി, നാട്ടുകാരെ കൂടെ നരകത്തിൽ കൊണ്ടുപോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീയേ ഇങ്ങനായി. വാപ്പ വാള് കഴിഞ്ഞ് പോകുമ്പോ കാണണം ഒരു ഉടുത്തുണ്ടോ. സുബ്ഹാനല്ലാഹ്. വാപ്പ മുണ്ടം കിട്ടും മടക്കി ഉടുത്തിട്ട് ഇങ്ങനെ തൊടയിൽ അടിച്ചോണ്ടാ പോണെ. കണ്ടോ കണ്ടോന്ന്. എന്താ വാപ്പ, നിന്റെ മുടിയും നരച്ചു, പ്രായമായി, ഒരുപാട് രോഗങ്ങളായി, എന്നിട്ട് നന്നാകുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലജ്ജയില്ലാത്തവനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലജ്ജയില്ലാത്ത ഒരാളെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പിന്നെ തോന്നുന്ന പോലെ ജീവിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണം ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അള്ളാഹു അതിന്റെ 4 അംശമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അതിന്റെ ഒരു അല്പമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമായിരുന്നു. പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ. അന്ന് പെണ്ണുങ്ങളിൽ പലരും സ്കൂളിൽ പോകാറില്ല. ചോദിച്ചാൽ പറയും ഫോട്ടോ എടുക്കുന്നത് കാരണം പോകത്തില്ല. എന്നാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ നോക്കിക്കേ, ആ ഉമ്മ ഇന്നവർ ഉമ്മയായി. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച താത്ത ഇന്ന് മക്കളെയും കെട്ടിച്ച് കൊച്ചുമക്കളെയും കെട്ടിക്കാൻ പ്രായമായി. പക്ഷെ ഇപ്പോഴോ, ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് അന്ന് പഠിച്ചവർക്ക് ഇന്ന് ഗ്രൂപ്പുകളുണ്ട്. ഇന്ന് ഗ്രൂപ്പുകളുടെ കാലമാണ്. ഇന്ന് എല്ലാത്തിനും ഗ്രൂപ്പാ. 1985 10ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എല്ലാ CC അടഞ്ഞ് തീരാറായി. എല്ലാത്തിനും ആണിനും പെണ്ണിനും CC അടഞ്ഞ് തീരാറായി. 2025 ഏറ്റവും കൂടുതൽ ഒളിച്ചോടിയതും കുടുംബ കലഹങ്ങൾ ഉണ്ടാകാൻ കാരണമായത് ഈ ഗ്രൂപ്പുകളാണ് എന്ന് പഠിപ്പിക്കുക കണക്കുകൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജയുള്ളവരാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 2ാമത്തെ ഗുണം സദഖ കൊടുക്കുന്നതിൽ വല്ലാത്ത ഒരു ലഹരിയായിരുന്നു ആ സഹാബിക്ക്. സദഖ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലഹരിയായി കണ്ടിരുന്നു. എത്ര കൊടുത്താലും മതി വരില്ല, എത്ര വാരിക്കോരി കൊടുത്താലും മതി വരില്ല. മഹാനായ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുമ്പിൽ വരുന്ന ഒരാളെയും ആ സ്വഹാബി വെറും കൈയോടെ മടക്കാറില്ല. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. പഠിച്ചവനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണമടോ. നമ്മളുടെ അടുക്കൽ പഠിച്ചവനെ നമ്മൾ പള്ളി പണിയാണ് സദഖ കൊടുക്കണം, ഹിഫ്ള് കോളേജിന്റെ പണിയാണ് കൊടുക്കണം. നമ്മൾ പറയും ഒരു വട്ടം കൊടുത്തതാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാ എന്ന് പറയുന്നവര് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എന്തെന്നറിയോ? അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. ആരാവുള്ളത്? പടച്ചവന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്. ഒന്നാമനായി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുത്തുനബിയേ, 100
100 ഒട്ടകവും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയാ, അവിടെ ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 100 ഒട്ടകവും അതിന്റെ മുകളിലുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായടോ. പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അവിടെ ദുആ ചെയ്യുകയാ. സദഖ കൊടുത്താ ദുആ ചെയ്യണമല്ലോ. പടച്ചവനെ മറ്റുള്ളവർക്ക് ചെയ്യാൻ അതൊരു മനസ്സുണ്ടാകാനുള്ള കാരണമാകുമല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 100 ഒട്ടകങ്ങളെയും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും സദഖ ചെയ്തിരിക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ സഹാബാ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത്? അതാ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ രണ്ടാമതും എഴുന്നേൽക്കുകയാണ്. നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 കൊടുത്തതെങ്കിൽ, 100 ഒട്ടകക്കട്ടിലാണ് കൊടുത്തതെങ്കിൽ, രണ്ടാമത് ഉസ്മാൻ തങ്ങൾ പറയുന്നു 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ മൂന്നാമത് ചോദിക്കുന്നു, ആരാ സ്വഹാബാ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇനി ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ മൂന്നാമത് എഴുന്നേൽക്കുകയാണ്. നബിയേ, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞത്, പിന്നെ 200 പറഞ്ഞത്, പിന്നെ 300 പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ദുആ ചെയ്തു. സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാണ് ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. തന്റെ സമ്പാദ്യം തീരുന്നത് വരെ നബി തങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് വല്ലാത്ത ഒരു സ്വഭാവമായിരുന്നടോ. ഉസ്മാൻ തങ്ങളുടെ വല്ലാത്ത ഒരു ഗുണമായിരുന്നു. അല്ലാഹുവേ, മറ്റൊരു സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കണം, യുദ്ധത്തിന് പോവുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി മസ്ജിദ് നബവിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടെ ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 9 സഹോദരാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 50 കുതിരകളെ ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങളുടെ സമ്പത്തും ചിന്തിച്ചു നോക്കടോ. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങളാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കേണ്ട താമസം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സദഖ കൊടുത്തത് പടച്ചവനെ വല്ലാത്ത ഒരു മനസ്സായിരുന്നു. നമ്മളൊക്കെ മദീനത്ത് പോകാറുണ്ടല്ലോ, ഒരുപാട് തോട്ടങ്ങൾ കാണാറുണ്ടല്ലോ. പേര് ഉസ്മാൻ, പടച്ചവനെ ഉസ്മാൻ തങ്ങളുടെ കിണർ കാണാൻ സഹോദരാ. നബി തങ്ങളുടെ കാലഘട്ടത്തില് റോമ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. മുസ്ലിമീങ്ങളെ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ യഹൂദിയായ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കില്ലായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളം കോരാൻ പാടില്ല. അല്ലാഹുവേ, സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ആരാ സ്വഹാബാ
ആ കിണർ ആരാണ് മേടിച്ചു കൊടുക്കുന്നത്? സ്വർഗത്തിലൊരു കിണർ പടച്ച റബ്ബ് തരുമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ആ കിണറിന്റെ ഉടമസ്ഥനായ യഹൂദിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറഞ്ഞു, ഈ കിണർ നിങ്ങൾ വിൽക്കണം, ഈ കിണർ എനിക്ക് തരുമോ, ഈ കിണർ എനിക്ക് തരുമോ? അല്ലാഹുവേ ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കൂല, നിങ്ങൾ ചോദിക്കുന്നത് തരാ, ഈ കിണറിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ. യഹൂദിയായ മനുഷ്യൻ 35,000 വെള്ളി നാണയങ്ങളാ ചോദിച്ചത്. ആ കിണറിന് പകരമായിട്ട് 35,000 വെള്ളി നാണയം ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 35,000 വെള്ളി നാണയം എണ്ണി കൊടുത്തിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് വെറുതെ ചോദിച്ചതാണോ? അത്രയും വിലയൊന്നുമില്ല, കളിയാക്കുന്ന രീതിയിൽ ചുമ്മാതെ വന്ന് പറഞ്ഞതാണ്. 35,000 വെള്ളി നാണയം തന്നാ ഞാൻ തരാ. ഉസ്മാൻ തങ്ങൾ പടച്ചവര് ആ മനുഷ്യന്റെ കയ്യിൽ 35,000 വെള്ളി നാണയം കൊടുത്തിട്ട് അവിടെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാ, അവിടെ നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവേ എനിക്ക് സ്വർഗത്തിലൊരു കിണർ തന്നെ തന്നല്ലോ. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുകയാണ്. നബിയേ ആ കിണർ ഞാൻ വാങ്ങി നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവേ ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം ഇതാണോ? വല്ലാത്ത മനസ്സായിരുന്നു, സഹായിക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല, ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവേ ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണോ സദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹുവേ പള്ളികൾക്ക് ചോദിച്ചോ, യതീംഖാനകൾക്ക് വേണ്ടി ചോദിച്ചോ, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചോ, പാവങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി ചോദിക്കുമ്പോ പലരും കൊടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. എല്ലാവരും വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ. ഉണക്കുകാലം വരികയാണ്, പടച്ചവരെ കിണറ്റിലെ വെള്ളം പറ്റിപ്പോകുമെന്നുള്ള പേടി കാരണം അയൽവാസികൾക്ക് പോലും വെള്ളം കൊടുക്കാത്ത മുസ്ലിമേ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്. വരുന്നവന് വെറും കയ്യോടെ മടക്കരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ചോദിച്ചാൽ, 3 കാര്യങ്ങൾ ചോദിച്ചോ കൊടുക്കാതെ വെറും കയ്യോടെ മടക്കരുത്. അതിലെ ഒരു കാര്യം വെള്ളമാ സഹോദരാ, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഇല്ല എന്ന് പറഞ്ഞിറക്കി വിടരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ ഏത് കാര്യത്തിനു വേണ്ടി ചോദിച്ചാലും കൊടുക്കടോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കൂ. കഴിഞ്ഞ ഉറൂസിന് വന്നപ്പോ പടച്ചവനെ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് എന്ന് പുറകിൽ കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പടച്ചവനെ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിതിട്ടിരിക്കുകയാ. അല്ലാഹുവേ ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചോ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്.